ദൈവമേ കാത്തുകൊള്ളുക അങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ എന്ന് തുടങ്ങുന്ന ദൈവദശകം അവിടെ ചൊല്ലിക്കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ അന്ത്യകർമ്മങ്ങൾ നടക്കുകയാണ്. മതപരമായ ചടങ്ങുകളാണ് അല്പം മുൻപ് പൂർത്തിയായത്. ഇനി ഭൗതികദേഹം അഗ്നി വിഴുങ്ങും അതിലേക്കാണ് ഇനി പോകുന്നത്. അങ്ങനെ ശ്രീനിവാസൻ എന്നത് മലയാളത്തിൻ്റെ ഓർമ്മയായി അവശേഷിക്കുകയാണ്. ഓർമ്മയുടെ അഭ്രപാളിയിലാണ് ഇനി ശ്രീനിവാസൻ ചിരഞ്ജീവിയായി നിൽക്കാൻ പോകുന്നത്. നമുക്കറിയാം, കണ്ടനാട് ഈ വീട്ടിലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. പുറത്ത് പോലീസ് ചെറിയ തരത്തിൽ നിയന്ത്രിച്ചു കൊണ്ടാണ് ആളുകളെ അകത്തേക്ക് വിടുന്നത്. നേരത്തെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതിയുടെ ഭാഗമായി ഗാർഡ് ഓഫ് ഓണർ നൽകി സംസ്ഥാന സർക്കാർ ആദരമർപ്പിച്ചു കഴിഞ്ഞു. മലയാളിയുടെ ജീവിതത്തിൽ നിന്നൊരിക്കലും അറ്റുപോകാത്ത, മലയാളിയുടെ ഓർമ്മകളിൽ നിന്നൊരിക്കലും വിട്ടുപോകാത്ത നിരവധി കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളുമൊക്കെ നമുക്ക് സമ്മാനിച്ച അതുല്യ പ്രതിഭയാണ് ശ്രീനിവാസൻ. എല്ലാ കാലത്തും എല്ലാ തലമുറകൾക്കും കാണാനും ആസ്വദിക്കാനും ചിന്തിക്കാനുമൊക്കെ അവസരമൊരുക്കുന്ന സർഗസൃഷ്ടിയാണ് ശ്രീനിവാസൻ. കഴിഞ്ഞ 4 പതിറ്റാണ്ട് നീണ്ട അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തിലൂടെ നൽകിയത്. ശ്രീനിവാസൻ ഓർമ്മയാകുമ്പോൾ മലയാളിയെ സംബന്ധിച്ച് മലയാളി ജീവിതത്തിൻ്റെയും മലയാളി മനസ്സിൻ്റെയും ഒക്കെ ഒരു കണ്ണാടിയായി ശ്രീനിവാസൻ കഥാപാത്രങ്ങളും സിനിമകളുമൊക്കെ എങ്ങനെ മാറിയിരുന്നു എന്ന് നമുക്ക് ആലോചിക്കാൻ ഉള്ളൊരവസരം കൂടിയായി ഇത് മാറുകയാണ്. ശ്രീനിവാസൻ്റെ ഭൗതികദേഹം മാത്രമാണ് നമ്മളെ വിട്ടുപിരിയുന്നത്. പുതിയ ഒരു വർഷത്തെ വരവേൽക്കാൻ വേണ്ടി നമ്മൾ കാത്തു നിൽക്കുമ്പോൾ ശ്രീനിവാസൻ നമ്മളോടൊപ്പം ഇല്ല എന്ന വേദന ഓരോ മലയാളിയും തിരിച്ചറിയുന്നു. ചലച്ചിത്ര രംഗത്തെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ മാത്രമല്ല, ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ അഭിനയിച്ചിട്ടില്ലാത്ത, അദ്ദേഹത്തിനോടൊപ്പം അഭിനയിച്ചിട്ടില്ലാത്ത പുതുതലമുറയിൽപ്പെട്ട സിനിമാ പ്രവർത്തകരും ശ്രീനിവാസനെ ഒരു നോക്ക് കാണാനും അന്തിമോപചാരം അർപ്പിക്കാനും കണ്ടനാട്ട് അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് എത്തിയിരുന്നു. തമിഴ് സൂപ്പർ താരം സൂര്യ പറഞ്ഞത് താൻ എല്ലാ കാലത്തും ശ്രീനിവാസൻ്റെ ഒരു ഫാൻ ആയിരുന്നു. വളരെ കുട്ടിക്കാലം മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹം വിട്ടുപിരിഞ്ഞു എന്ന വാർത്ത കേട്ടപ്പോൾ വന്ന് ഒന്ന് കാണണം എന്ന് മനസ്സ് പറഞ്ഞു. അങ്ങനെയാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ, അവസാനമായി അദ്ദേഹത്തെ കണ്ടാദരമർപ്പിക്കാൻ താൻ കണ്ടനാട്ടെ വീട്ടിലേക്ക് എത്തിയത് എന്നാണ്. ജഗദീഷ് പറഞ്ഞ വാചകം ഓരോ മലയാളിക്കും അറിയുന്നതാണ്, നമ്മുടെ മനസ്സിലേക്ക് എത്താറുള്ളതാണ്. കാരണം മലയാളി പ്രേക്ഷകരുടെ നിലവാരത്തെ ഉയർത്തി ശ്രീനിവാസൻ്റെ തിരക്കഥകളും ശ്രീനിവാസൻ്റെ സിനിമയും എന്നാണ്. ഹാസ്യത്തിന് പുതിയ നിലവാരമുണ്ടാക്കുകയും അശ്ലീലത്തിൻ്റെ നേരിയ ചുവ പോലുമില്ലാത്ത, ഒരിക്കലും ആവർത്തിക്കപ്പെടാത്ത ഹാസ്യവും പുതുമകൾ നിറഞ്ഞ ഇതിവൃത്തവുമായി മലയാള സിനിമയെ പുതിയ ദിശയിലേക്ക് നയിച്ച സർഗധനനായ ജീനിയസാണ് ശ്രീനിവാസൻ എന്നാണ് ജഗദീഷ് അനുസ്മരിച്ചത്. അല്പം മുൻപ് രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരൊക്കെ അന്ത്യോപചാരം അർപ്പിക്കാൻ ഇവിടെ എത്തിയിരുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് ഉറക്കെ ചിരിപ്പിച്ചും ഇരുത്തി ചിന്തിപ്പിച്ചും ശ്രീനിവാസൻ തമാശ രൂപേണ പറഞ്ഞ പല കാര്യങ്ങളും ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട വിഷയങ്ങളായിരുന്നു എന്നതാണ്. അങ്ങനെയുള്ള ശ്രീനിവാസൻ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ തൂലികയിൽ നിന്ന് പിറന്ന കഥാപാത്രങ്ങൾ എല്ലാ കാലത്തും എല്ലാ തലമുറയോടും സംസാരിച്ചു കൊണ്ടേയിരിക്കും. സാമ്പ്രദായികമായ രീതികളോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും തൻ്റെ വിയോജിപ്പുകൾ സ്വന്തം കാഴ്ചപ്പാടിൻ്റെ വെളിച്ചത്തിൽ ശക്തിയായി അവതരിപ്പിക്കുകയും ചെയ്തു. നിലപാടുണ്ടായിരുന്നു എല്ലാ കാര്യത്തിലും ശ്രീനിവാസന്, അഭിപ്രായങ്ങളുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും ശ്രീനിവാസന്, കാഴ്ചപ്പാടുണ്ടായിരുന്നു തനതായ ഒന്ന് അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും. അത് സധൈര്യം പറയാൻ ശ്രീനിവാസന് കഴിഞ്ഞിരുന്നു. ആത്മവിമർശന സ്വഭാവത്തോടുകൂടി സ്വന്തം പോരായ്മകളെയും കുറവുകളെയും പരിഹാസത്തോടുകൂടി നർമ്മത്തോടുകൂടി അവതരിപ്പിക്കാൻ ശ്രീനിവാസൻ കാണിച്ച ചങ്കൂറ്റവും തൻ്റെടവും അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ കൂടി പ്രകാശനമായിരുന്നു. വെച്ചുകെട്ടില്ലാത്ത, ഭാവിക്കാത്ത ഏതൊരു മനുഷ്യനും ആത്മവിശ്വാസം കൈമോശം വരില്ല എന്ന് ശ്രീനിവാസൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്, പലപ്പോഴും പലരും കാര്യങ്ങൾ തുറന്നു പറയാൻ മടിക്കുന്നത് ആത്മവിശ്വാസക്കുറവ് കൊണ്ടാണ്. ആ ആത്മവിശ്വാസക്കുറവുണ്ടാകുന്നത് തൻ്റേതല്ലാത്ത ഒരു ഭാവം നമ്മൾ വെച്ച് അണിയുമ്പോഴാണ്. അങ്ങനെ വെച്ചുകെട്ടില്ലാതെ തനിക്കറിയാവുന്ന കാര്യങ്ങൾ എത്ര പരിമിതമാണെങ്കിലും അത് സത്യസന്ധമായി പറയാൻ ധൈര്യമുള്ള ആളുകൾക്ക് ആത്മവിശ്വാസം ഉണ്ടാകുമെന്നാണ്. തിരക്കഥകളിലൂടെ, സിനിമകളിലൂടെ, അഭിനയത്തിലൂടെ പോരായ്മകളെയും കുറവുകളെയും ഒക്കെ മറച്ചുവെച്ച് സ്വന്തമായ ഒരു ഇരിപ്പിടം ശ്രീനിവാസന് കണ്ടെത്താൻ കഴിഞ്ഞത് ഈ ആത്മവിശ്വാസം കൊണ്ടാണ്. സാമൂഹിക വിമർശനത്തിൻ്റെ കാര്യത്തിൽ ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്ക് ശ്രീനിവാസൻ തയ്യാറായിരുന്നില്ല. കുറിക്കുകൊള്ളുന്ന ഹാസ്യം, സൂക്ഷ്മമായ നിരീക്ഷണ പാടവം, മനോഹരമായ ഇതിവൃത്തം, അങ്ങനെ മലയാളിയെ ഓരോ കാലത്തെയും മലയാളിയെ അവൻ്റെ തന്നെ ജീവിത സാഹചര്യങ്ങളെയും വിമർശന വിധേയമാക്കുകയും സ്വന്തം കണ്ണാടിയിലെന്ന പോലെ മലയാളിയുടെ പോരായ്മകളെ നമുക്ക് തന്നെ കാട്ടിത്തന്ന അതുല്യ പ്രതിഭയാണ് ശ്രീനിവാസൻ. ശ്രീനിവാസൻ എന്ന കാലത്തിൻ്റെ യവനികയ്ക്കുള്ളിൽ മറയുകയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സർഗസൃഷ്ടികൾക്ക് ഒരിക്കലും തിരശ്ശീല വീഴില്ല.
ധാരാളം ആളുകൾ ഇപ്പോഴും കണ്ടനാട്ട് ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, അയൽവാസികൾ, സഹപ്രവർത്തകർ എന്നുവേണ്ട സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾ ശ്രീനിവാസനെ അവസാനമായി ഒരു നോക്ക് കാണാനും അന്തിമോപചാരം അർപ്പിക്കാനും കണ്ടനാട്ടെ ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നേരത്തെ നിശ്ചയിച്ചത് രാവിലെ 10 മണിക്ക് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കണം എന്നുള്ളതായിരുന്നു, 10 മണിക്ക് തുടങ്ങാം എന്നതായിരുന്നു. പക്ഷേ സമയം നീണ്ടുപോകാനുള്ള സാഹചര്യമുണ്ട്. പ്രമുഖരായ ഏതാനും ചില വ്യക്തികൾ കൂടി ഇവിടേക്ക് എത്തിച്ചേരാനുണ്ട്. അവർക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. രഞ്ജി പണിക്കരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സ്ക്രീനിൽ. അദ്ദേഹം അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുകയാണ്. ഇപ്പോഴും വീട്ടിലേക്ക് കയറാൻ കഴിയാതെ പുറത്ത് കാത്തു നിൽക്കുന്ന ധാരാളം ആളുകൾ ഉണ്ട്. അവരെ നിരനിരയായി വളരെ അച്ചടക്കത്തോടു കൂടി നിരനിരയായി അകത്തേക്ക് കടത്തിവിടുന്നു. പോലീസ് അവിടെ അതിനുവേണ്ട ക്രമീകരണങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട്. അതിരാവിലെ ഇത്രയധികം ആൾക്കൂട്ടം ഇവിടെ ഉണ്ടായിരുന്നില്ല. ആളുകൾ ഇങ്ങനെ വന്നു പോകുന്ന സ്ഥിതിയായിരുന്നുവെങ്കിൽ ഇപ്പോൾ ആളുകൾ ഒന്നായി എത്തിച്ചേർന്നു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നേരത്തെ നിശ്ചയിച്ച 10 മണി എന്ന സമയം കൃത്യമായി പാലിക്കാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും ബോധ്യമുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ചില പ്രമുഖരായ വ്യക്തികൾ അവർ കാണാൻ വേണ്ടി എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് വേണ്ടി ഒരല്പം നേരം കൂടി കാത്തിരിക്കാനുള്ള സാധ്യതയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.